മെയിൻലി ഇതിൽ സ്റ്റാഫാണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാഫിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നല്ലൊരു പീപ്പിൾ മാനേജ്മെൻറ്റ് നമുക്കറിയണം. പീപ്പിൾ ഹാൻഡ്ലിങ്, ഫിനാൻഷ്യൽസിൽ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം. എങ്ങനെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ വലിയ സലൂണാണെന്നുണ്ടെങ്കിൽ ചെയ്യണത് 1 CR മുകളിലേക്കുള്ള സലൂൺസൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽസിലും അതിൻ്റെ മറ്റേ ROEയിലൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സ്റ്റാഫ് കൂടുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റാഫും എങ്ങനെ ഇവരെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. കാരണം ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ഒരു സലൂൺ സെറ്റ് ആവുക. നമ്മൾ ചിലപ്പോൾ എല്ലാ സർവീസസും അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളെ സലൂൺ ഒരു 1-2 സർവീസിൽ ബ്രാൻഡഡ് ആവും. നല്ലൊരു ടീം വേണം. അപ്പോൾ ടീമിന് അതേപോലെ തന്നെ നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീം സെറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ബ്രാൻഡിങ് ചെയ്യരുത്. ബ്രാൻഡിങ്ങും പ്രൊമോഷൻസും ആളുകൾ നമ്മളെ കൂടുതൽ അറിയുന്നതിൻ്റെ മുമ്പ് നമ്മളെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ സെറ്റാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് അവർ വൺസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൗത്ത് പബ്ലിസിറ്റി അവിടെ പോകും. അത് മോശമാണെന്നുള്ളത്. അത് മോശമാണെന്ന് അറിയുന്നതിൻ്റെ മുമ്പ് നമ്മൾ ടീം വെൽ നോളജ്ഡ് ആയിരിക്കണം. ഈ ലെവലിലേക്ക് നമ്മൾ സലൂണിനെ കൊണ്ടുവരണം.